വാർത്തകൾ വിശദമായി. തൃശൂരിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 68-കാരന് 30 വർഷം തടവും 30,000 രൂപ പിഴയും. തൃശൂർ 1ാം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. കാണിപ്പയ്യൂർ സ്വദേശി വേലപ്പനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. 12 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിലാണ് കാണിപ്പയ്യൂർ സ്വദേശി വേലപ്പന് 30 വർഷം തടവും 30,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. അയൽവാസിയായിരുന്ന പ്രതി രഹസ്യമായി കുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. സ്കൂൾ അധികൃതരിൽ നിന്നാണ് പീഡന വിവരം പുറത്തുവന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി പിടിയിലായി. ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടതോടെ തൃശൂർ 1ാം ക്ലാസ് സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു. 4 മാസത്തിനകം രഹസ്യ വിചാരണ പൂർത്തിയാക്കിയാണ് കോടതി വിധിപ്രഖ്യാപനം നടത്തിയത്. പീഡനത്തിന് ഇരയായ കുട്ടിക്ക് സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം നൽകാനും കോടതി ഉത്തരവിട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൂട്ടമാനഭംഗങ്ങളും അക്രമ സംഭവങ്ങളും തുടർക്കഥയാകുന്ന ഉത്തർപ്രദേശിൽ ബലാത്സംഗത്തിന്റെ വീഡിയോകളും വിൽപ്പനയ്ക്ക്. 50 രൂപ മുതൽ 150 രൂപയ്ക്ക് വരെയാണ് യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ വീഡിയോകൾ വിൽക്കുന്നത്. പോലീസിന്റെ മൂക്കിന്റെ താഴെയാണ് ഇത്തരം വീഡിയോ വിൽപ്പന എന്നതാണ് ഞെട്ടിക്കുന്നത്. മനസ്സ് മരവിപ്പിക്കുന്ന കൂട്ടബലാത്സംഗ സംഭവങ്ങൾ ഉത്തർപ്രദേശിൽ തുടർക്കഥയാണ്. എന്നാൽ അതിലും ക്രൂരമായ മറ്റൊരു വാർത്തയാണ് യുപിയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂട്ടമാനഭംഗം ഉൾപ്പെടെയുള്ള യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ വീഡിയോകളാണ് ഉത്തർപ്രദേശിലെ വിപണികളിൽ ഇപ്പോൾ സജീവമായിരിക്കുന്നത്. 50 രൂപ മുതൽ 150 രൂപയ്ക്ക് വരെയാണ് വീഡിയോകൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. ഇതിൽ പലതും കുറ്റവാളികൾ തന്നെ പകർത്തിയവയാണെന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. പോലീസിന്റെ മൂക്കിന് താഴെയാണ് ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതും. ആഗ്രയിലെ കസ്ഗഞ്ച് മാർക്കറ്റിൽ ഇത്തരം ദൃശ്യങ്ങൾ വിൽപ്പന നടത്തുന്ന അനേകം കടകളുണ്ടെന്നാണ് അറിവ്. 30 സെക്കൻഡ് മുതൽ 5 മിനിറ്റുകൾ വരെ നീളുന്ന ഇത്തരം വീഡിയോ ദൃശ്യങ്ങളുടെ 100,000 പകർപ്പുകൾ ദിനംപ്രതി വിൽപ്പന നടത്തുന്നു. ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് കടകളിൽ എത്തുന്നതാകട്ടെ കൂടുതൽ കൗമാരക്കാരും. വിശ്വസ്തർക്കു മാത്രമേ ദൃശ്യങ്ങൾ ലഭിക്കൂ. ട്വിറ്റർ, ടംബ്ലർ, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ഒറ്റയ്ക്കും സംഘം ചേർന്നുമുള്ള ബലാത്സംഗ ദൃശ്യങ്ങൾക്ക് ആവശ്യക്കാർക്ക് പണം നൽകിയാൽ സ്മാർട്ട് ഫോണിലേക്കോ പെൻഡ്രൈവിലേക്കോ കച്ചവടക്കാർ ഡൗൺലോഡ് ചെയ്ത് നൽകുകയും ചെയ്യും. പോൺ വീഡിയോകളുടെ വിൽപ്പന സർവ്വസാധാരണമാണെങ്കിലും ഇത്തരം യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ ദൃശ്യങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്നത് ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. സംഭവം വാർത്തയായതോടെ വീഡിയോ ഷോപ്പുകളിൽ റെയ്ഡ് നടത്താൻ പോലീസ് നിലപാട് എടുത്തിരിക്കുകയാണ്. ബലഗഞ്ച്, ബാൽഗേശ്വർ, കാംല നഗർ എന്നിവിടങ്ങളിലെ കടകളിൽ ഇത്തരം വീഡിയോകൾ കിട്ടാൻ ഒരു പ്രയാസവുമില്ലെന്ന് വാർത്ത പുറത്തുവിട്ട ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്. 3 പട്ടാളക്കാർ കൊച്ചിയിൽ പോലീസ് പിടിയിലായി. യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 2 പേരെയും കയ്യേറ്റം ചെയ്ത ഒരാളെയുമാണ് സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 ലക്ഷദ്വീപ് സ്വദേശികളാണ്. ലക്ഷദ്വീപ് സ്വദേശികളും കരസേനയിൽ ശിപായിമാരുമായ മുഹമ്മദ് സലീം, മുഹമ്മദ് മിസ്ബാഹ്, ഇക്ബാൽ ഹുസൈൻ എന്നിവരാണ് പിടിയിലായത്. മുഹമ്മദ് സലീമുമായി അടുപ്പമുണ്ടായിരുന്ന ലക്ഷദ്വീപ് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് പോലീസ് പ്രതികളെ പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കൊച്ചി കത്രിക്കടവിലെ ലേഡീസ് ഹോസ്റ്റലിൽ സഹായിയായി ജോലി നോക്കിയിരുന്ന യുവതിയെ മുഹമ്മദ് സലീം കഴിഞ്ഞ ജനുവരിയിൽ എറണാകുളം സൗത്തിലെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചു. ഇക്കഴിഞ്ഞ 1-ാം തീയതി ഇയാളും ഇയാളുടെ സുഹൃത്തുക്കളായ മുഹമ്മദ് മിസ്ബാഹും ഇക്ബാൽ ഹുസൈനും ചേർന്ന് കൊച്ചിയിലെ മറ്റൊരു ലോഡ്ജിൽ മുറിയെടുത്തു. മുഹമ്മദ് സലീം യുവതിയെ ഇവിടെ എത്തിച്ചു. തുടർന്ന് മുഹമ്മദ് മിസ്ബാഹ് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനുശേഷം യുവതി മുഹമ്മദ് സലീമിൻ്റെ സർട്ടിഫിക്കറ്റാണെന്ന് കരുതി ഇക്ബാൽ ഹുസൈൻ്റെ സർട്ടിഫിക്കറ്റുമായി അവിടെ നിന്ന് പോയി. ആ സമയം സ്ഥലത്തില്ലാതിരുന്ന ഇക്ബാൽ ഹുസൈൻ പിന്നീട് വിവരമറിഞ്ഞ യുവതി ജോലി ചെയ്തിരുന്ന ലേഡീസ് ഹോസ്റ്റലിലെത്തി വഴക്കുണ്ടാക്കുകയും പിന്നീട് യുവതിയെ കയ്യേറ്റം ചെയ്യുകയും ഉണ്ടായി. ഇതേ തുടർന്ന് യുവതി നൽകിയ പരാതിയിലാണ് 2 പേർക്കെതിരെ പീഡനശ്രമത്തിനും ഒരാൾക്കെതിരെ യുവതിയെ കയ്യേറ്റം ചെയ്തതിനും കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തന്നെ കടന്നുപിടിച്ചത് ഗവൺമെന്റ് പ്ലീഡർ ധനേഷ് മാത്യു മാഞ്ഞൂരാൻ തന്നെയെന്ന് പരാതിക്കാരിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ. തെറ്റ് ചെയ്തയാളെ സംരക്ഷിക്കാൻ ഒരു വിഭാഗം അഭിഭാഷകർ ശ്രമിക്കുന്നു. ധനേഷ് മാത്യു മാഞ്ഞൂരാന്റെ അച്ഛനും അമ്മയും ഭാര്യയും തന്നെ വന്നു കണ്ടിരുന്നു. പരാതി പിൻവലിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തനിക്ക് നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടെന്നും യുവതി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. നടന്നു വരുമ്പോൾ അവിടെ സെമിത്തേരി കഴിഞ്ഞിട്ട് സെൻട്രൽ കോളേജിൻ്റെ അങ്ങോട്ട് ചെല്ലി നടക്കുമ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു കാർ എടുക്കുന്നുണ്ട്. ഒരാൾ അവിടെ കൂടി നടന്നു വരുന്നുണ്ട്. അപ്പോൾ അയാൾ നടന്നു പോകാൻ വേണ്ടി ഞാൻ സൈഡിലോട്ട് ഇങ്ങനെ ഒതുങ്ങിയിരുന്നു. പോയ പോക്കിന് അയാളെൻ്റെ മേത്തേറി പിടിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. എന്നിട്ട് കൈ തട്ടി മാറ്റി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ കൂളായിട്ട് നടക്കുന്നു. ധനേഷ് മാത്യു തന്നെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മാമിനോട് ചോദിച്ചു ഉറപ്പുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പുണ്ട്, ഇയാൾ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സംഭവത്തിന് പിറ്റേന്നാൾ രാവിലെ ധനേഷ് മാത്യു മാഞ്ഞൂരാന്റെ പിതാവടക്കമുള്ളവർ തന്നെ വന്ന് കണ്ടു.
ജാമ്യം ലഭിക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും പരാതിക്കാരിയായ വീട്ടമ്മ പറഞ്ഞു. അപ്പോൾ ഇവർ എഴുതിക്കൊണ്ട് വന്നേക്കുന്നതാ, ഒന്ന് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എഴുതിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആളെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആളെ തിരിച്ച് ഞാൻ അറിഞ്ഞതല്ലേ, പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല, ഒപ്പിട്ടരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, ഇരുട്ടാതിന് തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ അയാളുടെ ഫാദർ പറഞ്ഞു കോടതി ചെല്ലുമ്പോൾ ഇയാൾ തന്നെയാണെന്ന് പറഞ്ഞു. കോടതിയിൽ അല്ലെങ്കിൽ കേസ് വരും, ഇതോടെ കേസ് തീരില്ല, ഇപ്പം ജാമ്യം കിട്ടാൻ വേണ്ടിയാണ്. കോടതിയിൽ കേസ് വരുമ്പോൾ ഇവനാണെന്ന് പറഞ്ഞു എൻ്റെ മോൻ തെറ്റിയത് അവന് ശിക്ഷ അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞു തൽക്കാലം മോൾ ഇതിനകത്ത് ഒപ്പിട്ട് തന്നെ. അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര നാളും മിണ്ടാതിരുന്നത്. പക്ഷേ തനിക്കെതിരെ ചില അഭിഭാഷകർ അപവാദ പ്രചരണം നടത്തുകയായിരുന്നു. എൻ്റെ ഒരു ദയ കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ ഞാൻ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്നോർത്ത് വെറുതെ വിട്ട ഒരാൾ. അവർക്ക് തമാശ പറയാനും സമയം കളയാനും വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരാളല്ല ഞാൻ. അപവാദം പറഞ്ഞും ചിരിച്ചും രസിക്കാനുള്ള ആളല്ല ഞാൻ. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നീതി ലഭിക്കും വരെ കേസുമായി മുന്നോട്ടു പോകുമെന്നും വീട്ടമ്മ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്രിസ്ത്യൻ പള്ളികൾ തകർത്ത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുമെന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഭീഷണി. ബൊക്കോ ഹറാം പുതിയ തലവനായ അബു മുസബ് അൽ ബർനാവിയാണ് ഒരു അഭിമുഖത്തിൽ ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെ ഭീഷണി മുഴക്കിയത്. മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കി ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശ്രമം. നൈജീരിയയിലെ ബൊക്കോ ഹറാമിന് ലഭിച്ച പുതിയ തലവൻ അബു മുസബ് അൽ ബർനാവിയുടേതാണ് ക്രിസ്തുമത വിശ്വാസികൾക്കെതിരെയുള്ള ഭീഷണി. ക്രിസ്ത്യൻ പള്ളികൾ തകർത്ത് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുമെന്നാണ് ഭീഷണി. മുസ്ലിം പള്ളികൾ തകർക്കുന്നതും മുസ്ലിങ്ങളുടെ ചെറു വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കുന്നതും നിർത്തിവെച്ച് ക്രിസ്ത്യാനികളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനാണ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശ്രമം. യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനം. മേഖലയെ ക്രിസ്ത്യൻവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ക്രിസ്ത്യൻ സംഘടനകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിൽ അതിനുള്ള പ്രവർത്തനം നടത്തുന്നുവെന്നും ഇസ്ലാമിക് സ്റ്റേറ്റ് ആരോപിക്കുന്നു. ആഭ്യന്തര യുദ്ധങ്ങളിൽപ്പെട്ട് അഭയാർത്ഥികളായി മാറിയ തദ്ദേശീയരെ ക്രിസ്ത്യൻ സംഘടനകൾ ഭക്ഷണവും താമസ സൗകര്യവും നൽകി തങ്ങളോട് അനുഭാവമുള്ളവരാക്കുന്നു. പിന്നീട് അവരെ മതം മാറ്റുന്നുവെന്നും IS ആരോപിക്കുന്നു. ISന്റെ പത്രമായ അൽ നബയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലൂടെയാണ് ബൊക്കോ ഹറാമിന് പുതിയ തലവനെ ലഭിച്ച വിവരം ലോകമറിയുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്വാധീന മേഖലകൾ ഇനി അബു മുസബ് അൽ ബർനാവിയുടെ കീഴിലായിരിക്കും. മുൻ തലവൻ അബൂബക്കർ ഷിക്കാവിനു പകരമായിട്ടാണ് അൽ മുസബ് അൽ ബർനാവി ബൊക്കോ ഹറാം തലവനായത്. നിലവിൽ അബൂബക്കർ ഷെക്കാവൂന് ഇനി എന്ത് ചുമതലയായിരിക്കുമെന്ന കാര്യം IS വെളിപ്പെടുത്തിയിട്ടില്ല. പുതിയ തലവനെത്തിയതോടെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നൈജീരിയയിലെ പ്രവർത്തനങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണ് അഭിമുഖം വ്യക്തമാക്കുന്നത്. നേരത്തെ മുസ്ലിം പള്ളികളും മുസ്ലിം മതവിശ്വാസികളുമാണ് കൂടുതലായി ആക്രമിക്കപ്പെട്ടിരുന്നത്. അതിൽ നിന്നു മാറി ആക്രമണങ്ങൾ ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ നേർക്ക് തിരിയാൻ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പുതിയ തലവന്റെ വാക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അബൂബക്കർ ഷിക്കാവിന്റെ കാലത്ത് 20,000-ഓളം പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. 2.2 മില്യൺ ആളുകൾക്ക് നാടുവിട്ട് പലായനം ചെയ്യേണ്ടിയും വന്നു. കഴിഞ്ഞയാഴ്ച ഒരു മനുഷ്യാവകാശ പ്രവർത്തകനും ഐക്യരാഷ്ട്രസഭാ ദൂതനുമടക്കം നിരവധി പേർ ബൊക്കോ ഹറാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പുതിയ തലവന്റെ കീഴിലും അപകടകരമായ സ്ഥിതിയിലേക്കാണ് നൈജീരിയ ഉൾപ്പെടുന്ന ആഫ്രിക്കൻ മേഖല പോകുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. കാബൂളിലേക്ക് കുട്ടിയോടൊപ്പം കടക്കാൻ ശ്രമിച്ചപ്പോൾ ദില്ലി വിമാനത്താവളത്തിൽ പിടിയിലായ ബീഹാർ സ്വദേശിനി യാസ്മിൻ അഹമ്മദിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകി. ഭീകരസംഘടനയായ ISുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതിനാൽ യുവതിക്കെതിരെ UAPA നിയമം ചുമത്തുന്നതിനും പോലീസ് അനുമതി തേടിയിട്ടുണ്ട്. കാസർഗോഡ് നിന്നും നാടുവിട്ടുപോയ 17-അംഗ സംഘത്തിന് നേതൃത്വം നൽകിയ പടനയിലെ അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുമായുള്ള ബന്ധമാണ് യുവതിയെ കുടുക്കിയത്. 4 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിക്കൊപ്പം കാബൂളിലേക്ക് കടക്കാൻ ദില്ലി വിമാനത്താവളത്തിലെത്തിയപ്പോൾ എമിഗ്രൻസ് ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചു പോലീസിന് കൈമാറിയ ബീഹാർ സ്വദേശിനി യാസ്മിൻ അഹമ്മദിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായി പ്രത്യേക അന്വേഷണ സംഘത്തലവൻ DYSP സുനിൽ ബാബുവാണ് കാസർഗോഡ് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. യുവതിയും കുഞ്ഞും ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. പടനയിൽ നിന്ന് കാണാതായ അബ്ദുൾ റാഷിദിന്റെ 2ാം ഭാര്യയാണ് യാസ്മിൻ എന്നാണ് വിവരം. റാഷിദിന്റെ മൊബൈൽ ഫോൺ, സിമ്മും ATM കാർഡും സ്ഥിരമായി യാസ്മിൻ ഉപയോഗിച്ചതാണ് അവർ പോലീസ് വലയിലാകാൻ കാരണം. വിദേശത്തു നിന്നും റാഷിദിന്റെ അക്കൗണ്ടിൽ വന്നിരുന്ന പണം ദില്ലിയിലും ബീഹാറിലും ഈ ATM കാർഡ് ഉപയോഗിച്ച് യാസ്മിൻ പിൻവലിച്ചിരുന്നു. 4 മാസമായുള്ള സാമ്പത്തിക ഇടപാടുകളും ഫോൺ ഉപയോഗവും നിരീക്ഷിച്ച ശേഷം പോലീസ് യാസ്മിനെ പിടികൂടാൻ വിമാനത്താവളത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയായിരുന്നു. നാടുവിട്ട ശേഷം റാഷിദ് ശബ്ദ സന്ദേശങ്ങൾ യാസ്മിന് കൈമാറിയിരുന്നു. ദില്ലി വഴി കാബൂൾ വിമാനത്താവളത്തിൽ എത്തണമെന്നും അവിടെ നിന്നും റോഡ് മാർഗം സിറിയയിലെ IS താവളത്തിൽ എത്തുവാൻ സൗകര്യം ഒരുക്കിയതായും റാഷിദ് യാസ്മിനെ അറിയിച്ചിരുന്നു. ബംഗളൂരിൽ വെച്ചാണ് റാഷിദും യാസ്മിനും അടുപ്പത്തിലായത്. വിവാഹമോചിതയായ യാസ്മിൻ പിന്നീട് റാഷിദിനൊപ്പമായി.
എന്നാൽ ഇവർ വിവാഹിതരായിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ 2ാം ക്ലാസ്സുകാരിയോട് അധ്യാപകന്റെ ക്രൂരത. പെൺകുട്ടിയെ അധ്യാപകൻ ബെൽറ്റ് ഉപയോഗിച്ച് തല്ലി പരിക്കേൽപ്പിച്ചു. ബംഗളൂരുവിലാണ് സംഭവം. ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ അധ്യാപകർ കുട്ടികളോട് ചെയ്യുന്ന കൊടും ക്രൂരത തുടർക്കഥയാവുകയാണ്. 7 വയസ്സ് മാത്രം പ്രായമായ പെൺകുട്ടിയെ ഹോംവർക്ക് ചെയ്തില്ല എന്നതിന്റെ പേരിൽ അധ്യാപകൻ ലെതർ ബെൽറ്റ് ഊരി തല്ലുകയായിരുന്നു. ബെൽറ്റ് കൊണ്ടടിച്ച് കുട്ടിയുടെ പുറം ചതഞ്ഞ രീതിയിലാണ്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ കുട്ടിയുടെ പുറത്ത് പാടുകൾ കണ്ട അച്ഛൻ കാര്യം ചോദിച്ചപ്പോഴാണ് സംഭവം പുറത്തുവരുന്നത്. ബംഗളൂരുവിലെ നെലമംഗല സെന്റ് ജോസഫ് സ്കൂളിലെ 2ാം ക്ലാസ്സുകാരിയാണ് പെൺകുട്ടി. 1 വർഷത്തോളമായി ഈ അധ്യാപകന്റെ കീഴിലാണ് കുട്ടി ട്യൂഷന് പോയിരുന്നത്. അധ്യാപകനെതിരെ കുട്ടിയുടെ അച്ഛൻ പോലീസിൽ പരാതി നൽകി. എന്നാൽ ഇയാളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. 15 വർഷത്തോളമായി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയാണ് ഇയാൾ. 2 ദിവസങ്ങൾക്ക് മുമ്പ് ചണ്ഡീഗഡിൽ ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ 4ാം ക്ലാസ്സുകാരനെ ചങ്ങലയിൽ പൂട്ടിയിട്ട് ശിക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. അമേരിക്കൻ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ബോളിവുഡ് സംവിധായകൻ മഹമ്മൂദ് ഫറൂഖിക്ക് 7 വർഷം തടവ്. ദില്ലി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇന്ത്യൻ ഓസ്കാർ നോമിനേറ്റഡ് ചിത്രമായിരുന്ന പീപ്പിളി ലൈവിന്റെ സംവിധായകൻ മുഹമ്മദ് ഫറൂഖി ബലാത്സംഗ കേസിൽ കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊളംബിയ സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായിരുന്ന 35-കാരിയായ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള തർക്കം തീർക്കാനായി വിളിച്ചു ചേർത്ത അഭിഭാഷക മാധ്യമ സമിതിയുടെ യോഗത്തിൽ പ്രശ്നപരിഹാരമായില്ല. ഈ മാസം 16-ന് വീണ്ടും ചർച്ച നടത്താൻ സമിതി തീരുമാനിച്ചു. ചർച്ചയിൽ പത്ര ഉടമകളുടെ സംഘടനാ പ്രതിനിധിയും പങ്കെടുക്കും. അഡ്വക്കേറ്റ് ജനറൽ CP സുധാകർ പ്രസാദിന്റെ അധ്യക്ഷതയിലാണ് മാധ്യമ അഭിഭാഷക സമിതി യോഗം കൊച്ചിയിൽ ചേർന്നത്. ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെയും മാധ്യമപ്രവർത്തകരുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. തർക്കവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ തിരുത്തി വീണ്ടും സംപ്രേഷണം ചെയ്യണമെന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. കൂടാതെ ചാനൽ ചർച്ചയിൽ അഭിഭാഷകരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കി ഏകപക്ഷീയമല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതടക്കമുള്ള ആവശ്യങ്ങളും അഭിഭാഷകർ മുന്നോട്ട് വെച്ചു. വാർത്തകൾ പൂർണ്ണമായും പിൻവലിച്ച് അവ തിരുത്തി വീണ്ടും സംപ്രേഷണം ചെയ്യണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് മാധ്യമപ്രതിനിധികൾ അറിയിച്ചു. അന്തിമ തീരുമാനമാവാത്തതിനാൽ ഈ മാസം 16-ന് വീണ്ടും ചർച്ച നടത്താൻ സമിതി തീരുമാനിക്കുകയായിരുന്നു. ആ ചർച്ചയിൽ പത്ര ഉടമകളുടെ സംഘടനാ പ്രതിനിധികളെ കൂടി പങ്കെടുപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. അതേസമയം ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകർ കയറുന്ന കാര്യത്തിൽ ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ച തീരുമാനമെടുക്കുമെന്ന് AG അറിയിച്ചു. ഹൈക്കോടതിയിലും പിന്നീട് തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലും മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അനുരഞ്ജന ചർച്ച നടന്നിരുന്നു. ഈ ചർച്ചയിലാണ് ഭാവിയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയെന്ന ലക്ഷ്യത്തോടെ AG അധ്യക്ഷനായി മാധ്യമ അഭിഭാഷക സമിതിക്ക് രൂപം നൽകിയത്. ഹൈക്കോടതിയിൽ ഇതുവരെ സാധാരണ നിലയിലുള്ള റിപ്പോർട്ടിംഗ് പുനരാരംഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ കൂടിയായിരുന്നു സമിതി യോഗം ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ UAPA പ്രകാരം കേസെടുക്കണമെന്ന് PDP. കുമ്മനം പോലും സംസാരിക്കാത്ത ഭാഷയിലാണ് പിള്ള സംസാരിച്ചതെന്നും പിള്ള RSSന്റെ അച്ചാരം വാങ്ങുന്നുവെന്നും പൂന്തുറ സിറാജ് പറഞ്ഞു. ബാലകൃഷ്ണപിള്ള എവിടെയെല്ലാം ഇത്തരത്തിൽ വർഗീയപരമായിട്ടുള്ള പ്രസംഗം നടത്തി എന്നുള്ളതിനെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നതിന് നമ്മുടെ സംസ്ഥാനത്തെ ഇന്റലിജൻസ് മേധാവിയെ കൊണ്ട് ഈ വിഷയം ഗൗരവതരമായി ഗവൺമെന്റ് അന്വേഷിക്കണമെന്ന് PDP ആവശ്യപ്പെടുകയാണ്. അടിയന്തരമായി ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ ക്രിമിനൽ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് കേസെടുത്തുകൊണ്ട്, യഥാർത്ഥത്തിൽ ഇത് UAPA വകുപ്പ് അനുസരിച്ചിട്ട് ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ കേസെടുക്കേണ്ടുന്ന വിഷയമാണ്. വയനാട്ടിൽ കാട്ടാന വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നിരപരാധിയെ കള്ളക്കേസിൽ കുടുക്കിയതായി ആരോപണം. വിജയൻ എന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളെ സംഭവത്തിൽ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളാണ് വനം വകുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ലഹരി വസ്തുക്കൾ നൽകിയാണ് ആദിവാസി വിഭാഗങ്ങളിലുള്ളവരെ ചൂഷണം ചെയ്യുന്നത്. ഇത് ഒഴിവാക്കണം. ഇതിനായി സർക്കാരിന് കീഴിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കുവാനുള്ള ശുപാർശ കമ്മീഷൻ നൽകും. ആദിവാസികൾക്കിടയിലുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പുറത്തു നിന്നുള്ളവരുടെ ഇടപെടൽ കാരണമാകുന്നുണ്ട്. ഇതൊഴിവാക്കാൻ കോളനികളിൽ മറ്റു വിഭാഗത്തിൽ നിന്നുള്ളവരുടെ ഇടപെടൽ നിയന്ത്രിക്കണമെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞു. പിന്നോക്കാവസ്ഥയിലുള്ള അടിയ പണിയ വിഭാഗങ്ങളെ കൂടി പ്രാക്തന ഗോത്രവർഗ പാക്കേജിൽ ഉൾപ്പെടുത്തുവാനും ശുപാർശയുണ്ട്. അവിവാഹിത അമ്മമാരുടെ പ്രശ്നങ്ങളിലാണ് കമ്മീഷൻ കാര്യമായ പഠനം നടത്തിയത്. ഇവർക്കുള്ള പെൻഷൻ വർധനയ്ക്കും കമ്മീഷൻ ശുപാർശ ചെയ്യും. ഈ 1000 രൂപ 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണം എന്നുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശം, സജഷൻ, പ്രപ്പോസൽ അംഗീകരിക്കണം എന്ന് ഗവൺമെൻറ്റിനോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാര്യക്ഷമമല്ലാത്തത് പദ്ധതികൾ ആദിവാസികളിലേക്ക് എത്തിപ്പെടാൻ തടസ്സമാകുന്നു. ഇത് പരിഹരിക്കണം. ആദിവാസി ഭവന നിർമ്മാണ പദ്ധതികളും പ്രശ്നങ്ങളിലാണ്. കരാർ നൽകുമ്പോൾ ജോലി പൂർത്തീകരിക്കുമെന്ന് ഉറപ്പുണ്ടാകുന്ന തരത്തിലുള്ള നടപടികൾ വേണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു.
ന്യൂസ് ബ്യൂറോ, വയനാട്. കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തി നഗരസഭ ആരോഗ്യ വിഭാഗമാണ് റെയ്ഡ് നടത്തിയത്. വൃത്തിഹീനമായ സാഹചര്യം കണ്ടെത്തിയതിനെ തുടർന്ന് മുസ്ലിം ലീഗിലെ പാറക്കൽ അബ്ദുള്ളയുടെ ഹോട്ടൽ ഉൾപ്പെടെ 6 ഹോട്ടലുകൾക്ക് ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി. നഗരത്തിലെ ഹോട്ടലുകളിൽ മുനിസിപ്പൽ ആരോഗ്യ വിഭാഗം നടത്തിയ റെയ്ഡിലാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടിയത്. ദിവസങ്ങൾ പഴക്കമുള്ള കോഴിയിറച്ചി, ബീഫ്, ചപ്പാത്തി, ചോറ്, റൊട്ടി തുടങ്ങിയവയാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. പകർച്ചവ്യാധി നിയന്ത്രണവും ആരോഗ്യ സുരക്ഷയും കണക്കിലെടുത്താണ് ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തിയത്. വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്തെ മിഡ് ടൌൺ, MRA റെസ്റ്റോറന്റ്, MRA ബേക്കറി, ചന്ദ്രഭവൻ ഹോട്ടൽ, ശ്രീചിത്തിര, സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന മിൽമ ബൂത്ത്, എഡോഡി സ്ട്രെൻഡൻ ഹോട്ടൽ തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് വലിയ തോതിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടെത്തിയത്. സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിനെ തുടർന്ന് തൃശൂർ പുത്തൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ സമരം ശക്തമാകുന്നു. മുൻ ഭരണസമിതിയുടെ ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതോടെയാണ് നിക്ഷേപകർ പണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. ഭരണസമിതി കൈയൊഴിഞ്ഞതോടെ നിക്ഷേപകർ ബാങ്ക് സെക്രട്ടറിയെ ഉപരോധിച്ചു. കോൺഗ്രസ് ഭരണസമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പുത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ 2002 മുതൽ വൻ ക്രമക്കേടുകളാണ് നടന്നത്. അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം വന്നതോടെ പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ട് നിക്ഷേപകർ രംഗത്തെത്തി. എന്നാൽ പണം നൽകാൻ നിർവാഹമില്ലെന്നാണ് അധികൃതരുടെ മറുപടി. ഇതോടെ നിക്ഷേപകർ സമരസമിതി രൂപീകരിച്ച് പ്രതിഷേധം ആരംഭിച്ചു. ഭരണസമിതി പിരിച്ചുവിട്ട് ബാങ്ക് നടത്തിപ്പ് സർക്കാരിന് കൈമാറണം എന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. ഇതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഭരണസമിതി മാറി കിട്ടുക. അപ്പൊ ഏത് നിലയ്ക്കെങ്കിലും ഞങ്ങൾ പണം കിട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കാം. ബാങ്കിന്റെ ബോർഡ് മീറ്റിംഗുകൾ നിക്ഷേപകരെയും ഇടപാടുകാരെയും അറിയിക്കാതെയാണ് നടത്തിയത്. ഇതിനെതിരെയും പ്രതിഷേധം ശക്തമായി. പണം തിരികെ ലഭിക്കാതെ വന്നതോടെ നിക്ഷേപകർ കടക്കണിയിലായിരിക്കുകയാണ്. അപ്പൊ നിക്ഷേപകർ പലരും ICUവിൽ കിടക്കണു. മക്കളുടെ കല്യാണം, എന്റെ മോളുടെ കല്യാണം മുടങ്ങി നിൽക്കുക. അപ്പൊ ഇവിടുത്തെ നിക്ഷേപകർ എല്ലാവരും അവസ്ഥ തന്നെയാണ്, ആരും വ്യത്യാസമൊന്നുമില്ല. മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്നത് വൻ അഴിമതി തന്നെയെന്ന് ബാങ്ക് സെക്രട്ടറിയും സമ്മതിക്കുന്നു. 5000 നിക്ഷേപകർക്കായി 30 കോടിയിലധികം രൂപയാണ് നൽകാനുള്ളത്. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നിക്ഷേപകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ക്രൈംബ്രാഞ്ച് അവസാനിക്കുന്നു. നമസ്കാരം.